യാത്ര എന്നത് എപ്പോഴും നമുക്ക് തരുന്നത് ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് ആണല്ലേ. എക്സൈറ്റ്മെൻറ്റും സ്ട്രെസ്സും എല്ലാം ഉണ്ടാവും. എന്നാൽ ഇന്നത്തെ യാത്ര നമുക്ക് ആരംഭിക്കാം. ഒരു ന്യൂ ബിഗിനിങ് ആണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, കണ്ണൂരിൽ നിന്നും സന മാമും ഫാജിക്കയും സഫീല മാമും മോനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര കണ്ണൂരിൽ നിന്നും ചെന്നൈയിലേക്ക് തിരിച്ചു കേട്ടോ. എന്തിനാ ചെന്നൈ പോണേ എന്നല്ലേ ഡൗട്ട്? അതൊക്കെ ഞാൻ വഴിയേ പറയാം. തലശ്ശേരിയിൽ നിന്ന് ലാമിയും കുഞ്ഞുങ്ങളും കൂടെ സുജിഷ മാമും ഉണ്ടായിരുന്നു. ഏകദേശം 14 മണിക്കൂർ യാത്രയുണ്ടല്ലോ. ഞങ്ങൾക്ക് പിന്നെ ട്രെയിനൊന്നുമില്ല, ബസ്സൊന്നുമില്ല, റീൽസ് മുഖ്യം ബിഗിലെ. അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ മോർണിംഗോട് കൂടിയിട്ട് MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവരെല്ലാം ഒത്തുചേർന്നു. അതിനിടെ ചെറിയൊരു താലികെട്ടും ചടങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേഗം തന്നെ കയറി. അത് കഴിഞ്ഞ് മെട്രോ സ്റ്റേഷനിലേക്ക് പോകും വഴി ഒരു സ്ഥലം കണ്ടപ്പോൾ ഫോട്ടോസിൻ്റെ കാര്യത്തിലും തീരുമാനമായി. അങ്ങനെ ടിക്കറ്റ് എടുത്ത് യാത്ര തുടർന്നു. ഫോട്ടോസും വീഡിയോസും എവിടെ ഉണ്ടെങ്കിലും അതിൽ എൻ്റെ മുഖം വേണമെന്ന നിർബന്ധമുള്ളതിനാൽ ഒരു ക്യാമറ കണ്ണുകളെയും വിട്ടു കൊടുത്തില്ല. അങ്ങനെ ട്രെയിൻ കയറി ഞങ്ങൾ അങ്ങനെ ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ ആയിരുന്നു നമ്മുടെ യാത്ര. നമ്മുടെ കമ്പനിയുടെ ഇനോഗ്രേഷൻ ആയിരുന്നു. നമ്മുടെ ഗ്രേറ്റ് മെൻറ്റർ സജീവ് സർ ആ റിബൺ കട്ട് ചെയ്യുമ്പോൾ അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് മൊമെൻറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ചടങ്ങുകളോടും കൂടി പുതിയൊരു തുടക്കം ആരംഭിച്ചു. എൻ്റെ അമ്മോ, ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ മിസ്റ്റർ ഫിറോസ് ഖാൻ സർ. അങ്ങനെ ഇതാണ് നമ്മുടെ ചെന്നൈ ഓഫീസ്. ഇത് നമ്മുടെ സ്ട്രെങ്ത് ആണ് കേട്ടോ, 5 ലെജൻസ്. അങ്ങനെ വീണ്ടും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ എനിക്കും കിട്ടി കുറച്ച് സ്വീറ്റ്സ്, അതിൻ്റെ കൂടെ നല്ലൊരു കോഫി, അത് ആസ്വദിച്ച് കുടിക്കാൻ കുറച്ച് കൂട്ടുകാരും. അത് കഴിഞ്ഞ് ചെറിയൊരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡും ഒക്കെ കഴിച്ച് ഞങ്ങൾ മടങ്ങി. യാത്ര തിരിക്കും മുമ്പ് അവിടെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി അവിടുത്തെ മെയിൻ സ്ട്രീറ്റിലേക്ക് വിട്ടു. അവിടുന്ന് ട്രെയിൻ ടൈം ആയപ്പോൾ ട്രെയിൻ കയറി. അങ്ങനെ ഞങ്ങളുടെ യാത്രയും തുടർന്നു. ജീവിതത്തിൻ്റെ പുതിയ പേജിലേക്ക് കടന്നു.